ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന വി.ഡി. സവർക്കർക്ക് നൽകണമെന്ന ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് RSS മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. സവർക്കർക്ക് ഭാരതരത്ന നൽകുന്ന പക്ഷം ആ ബഹുമതിയുടെ യശസ് വർദ്ധിക്കുമെന്ന് അദ്ദേഹം മുംബൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. സവർക്കർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. അതേസമയം സവർക്കർക്ക് ഈ പുരസ്കാരം നൽകുന്നതിനെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായ ഇരുരാജ്യ സിദ്ധാന്തം കൊണ്ടുവന്നതല്ലാതെ സവർക്കർക്ക് മറ്റെന്ത് നേട്ടമാണ് ഉള്ളതെന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ചോദിച്ചു. ഈ പ്രസ്താവനയുടെ സവർക്കർ വിഷയം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന വി.ഡി. സവർക്കർക്ക് നൽകണമെന്ന RSS മേധാവി മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി CPM MP ജോൺ ബ്രിട്ടാസും എത്തിയിരുന്നു. ഭാരതരത്ന സവർക്കറിന് നൽകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനും കടുത്ത അനീതിയായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിനല്ല, മറിച്ച് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതിയതിനാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിൽ ഏർപ്പെടാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. ഹിന്ദുത്വത്തിന്റെ പിതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വെറുപ്പിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. RSS ഈ രാജ്യത്ത് ഭിന്നിപ്പിക്കുന്ന ധ്രുവീകരണമാണ് ആഗ്രഹിക്കുന്നത്. സവർക്കറിന് ഭാരതരത്ന നൽകാനുള്ള നിർദ്ദേശം പോലും അതിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ബ്രിട്ടാസ് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ആർക്കൊക്കെയാണ് ഭാരതരത്ന പോലുള്ള അവാർഡുകൾ നൽകേണ്ടത്? ഒരു പഴയകാല സംഭവം നോക്കാം. വീടിന്റെ വാടക കൊടുക്കാത്തതിന്റെ പേരിൽ 94 വയസ്സുള്ള ഒരാളെ വീട്ടുടമസ്ഥൻ പുറത്താക്കി. ഒരു പഴയ കിടക്ക, കുറച്ച് അലൂമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ബക്കറ്റ്, ഒരു മഗ് എന്നിവ പുറത്തേക്ക് ഇറക്കി വെച്ചു. ആകെ അതാണ് അയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. വാടക കൊടുക്കാൻ കുറച്ച് സാവകാശം നൽകണമെന്ന് അയാൾ ആ ഉടമയോട് പറഞ്ഞു നോക്കി. അനുകമ്പ തോന്നിയ അയൽവാസികളും വാടക നൽകാൻ കുറച്ച് സമയം കൂടി അയാൾക്ക് നൽകണമെന്ന് ആ വീടിന്റെ ഉടമയോട് അപേക്ഷിച്ചു. അങ്ങനെ ആ വീട്ടുടമസ്ഥൻ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അതിലെ പോയ ഒരു പത്രപ്രവർത്തകൻ ഈ രംഗം മുഴുവൻ കണ്ടിരുന്നു. പണം ഇല്ലാത്തത് കൊണ്ട് വാടക വീട്ടിൽ നിന്ന് വൃദ്ധനെ പുറത്താക്കുന്നു എന്ന തലക്കെട്ടോടെ ഈ വാർത്ത പിറ്റേ ദിവസത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് വാടകക്കാരന്റെയും വാടക വീടിന്റെയും കുറച്ച് ഫോട്ടോകളും എടുത്തു. അയാൾ പോയി തന്റെ പ്രസ് ഉടമയോട് ഈ സംഭവം പറഞ്ഞു. എന്നാൽ അയാൾ കാണിച്ച ചിത്രങ്ങൾ കണ്ട് പ്രസ് ഉടമ ഞെട്ടിപ്പോയി. പിറ്റേന്ന് പത്രത്തിന്റെ 1-ാം പേജിൽ വലിയൊരു വാർത്ത തന്നെ വന്നു. ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ എന്നായിരുന്നു തലക്കെട്ട്. മുൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ വാടക നൽകാൻ കഴിയാതെ വന്നെന്നും വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എങ്ങനെ എന്നും ആ വാർത്തയിൽ വിശദമായി തന്നെ കൊടുത്തിരുന്നു. 2 തവണ ഇടക്കാല പ്രധാനമന്ത്രിയും ദീർഘകാലം കേന്ദ്രമന്ത്രിയും 5 തവണ MP-യുമായിരുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു. കോളേജ് അധ്യാപകന്റെ ജോലി കളഞ്ഞാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടുന്നത്. 2 തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സ്ഥിര വരുമാനമൊന്നും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അദ്ദേഹത്തിന് 500 രൂപ എല്ലാ മാസവും അലവൻസ് ലഭിക്കുമായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അലവൻസിനായല്ല താൻ പോരാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു. പിന്നീട് സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ആ അലവൻസ് സ്വീകരിച്ചു തുടങ്ങിയത്. ഈ വാർത്ത കണ്ട ഉടനെ പ്രധാനമന്ത്രി നരസിംഹറാവു തന്റെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിന്റെ വാടക വീട്ടിലേക്ക് അയച്ചു. ഇത്രയധികം VIP വാഹനങ്ങൾ കണ്ട വീട്ടുടമസ്ഥൻ പേടിച്ചുപോയി. അപ്പോഴാണ് തന്റെ കാശില്ലാത്ത ആ വാടകക്കാരൻ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണെന്ന് അയാൾ അറിയുന്നത്. ഗുൽസാരിലാൽ നന്ദയോട് മോശമായി പെരുമാറിയ വീട്ടുടമ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പും പറഞ്ഞു. സർക്കാർ വസതികളും മറ്റ് സൗകര്യങ്ങളും സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഗുൽസാരിലാൽ നന്ദയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഈ വാർദ്ധക്യത്തിൽ അത്തരം സൗകര്യങ്ങൾ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അദ്ദേഹം നിരസിച്ചു. മരണം വരെ സാധാരണ പൗരനെ പോലെ ഒരു യഥാർത്ഥ ഗാന്ധിയനായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഗുൽസാരിലാൽ നന്ദയെയാണ് 1997 സർക്കാർ ഭാരതരത്ന നൽകി ആദരിച്ചത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, സവർക്കർ ഭാരതരത്ന ലഭിക്കാൻ അർഹനാണോ എന്ന കാര്യം.